ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇച്ചിരിയൊക്കെ പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശബ്ദമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. 2 ദിവസം മുമ്പ് ഇങ്ങനത്തെ ശബ്ദമൊന്നും അല്ലായിരുന്നു, വേറൊരു രീതിയായിരുന്നു ഇല്ലയോ. ഇപ്പം ഇച്ചിരിയൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടില്ലേ അമ്മച്ചി കാര്യം പറയുമ്പോൾ? ചുമയൊക്കെ ഭയങ്കര ചുമയല്ലായിരുന്നു ഇന്നലെ. ചുമ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഇച്ചിരിയൊക്കെ ഒരു കുറവൊക്കെ വന്നിട്ടുണ്ട്. ദാണ്ട് അജ്മോൻ വെള്ളം പോലും കുടിക്കാതെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് മെനഞ്ഞാന്ന് മുതൽ ചെറുതായിട്ടൊക്കെ അവന് ഇഷ്ടമുള്ളതൊക്കെ അവൻ കഴിച്ച് തുടങ്ങി. ഇന്ന് രാവിലെ എണീറ്റ് വന്നിരുന്ന് ഇപ്പം പിന്നെ കാപ്പി കുടിക്കുമോ. ഞങ്ങൾ രണ്ടുപേരും ചായ ഈ കോപ്പയ്ക്കകത്താണ് കുടിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ അത് പിന്നെ എന്തുവാ എൻ്റെ കൂടെ തിന്നുന്ന എന്തുവൊക്കെയുള്ള കുഴലപ്പവോ ഒക്കെ എടുത്ത് വെച്ചിങ്ങനെ തിന്നുമോ. തിന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമോ. കണ്ടോ കുഴലപ്പോ അച്ചപ്പോ ഒക്കെ. ഇതൊക്കെ അന്ന് ഓണത്തിന് നമുക്ക് അപ്പച്ചിയുടെ മക്കൾ കൊണ്ടുവന്ന് തന്നതാണ്. ഇപ്പോഴാണ് അമ്പിയൊക്കെ കൊണ്ടുവന്ന ഇപ്പോഴാണ് എടുത്ത് ഇതൊക്കെ പൊട്ടിക്കാനായിട്ട് തുടങ്ങിയത്. സജിതയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ അന്ന് തന്നെ അച്ചാച്ചന് പൊട്ടിച്ചിട്ട് ആ കുഞ്ഞു കുഞ്ഞ് ഇതുപോലെ അച്ചപ്പ വരുന്ന അതൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു. പിന്നെ നല്ല രാവിലെ നല്ല വെയിലൊക്കെ ഉറച്ചൊന്നും ചെയ്തിട്ടില്ല, ഇനിയും വേണം എല്ലാം ചെയ്യാൻ. ഞാനും കുഞ്ഞും കൂടി ഇച്ചിരി നേരം അങ്ങ് ഇരുന്ന്. ഇന്നലെയൊക്കെ ആശുപത്രി പോകണം, അതുകൊണ്ട് രാവിലെ എണീറ്റ് അങ്ങ് എല്ലാം ചെയ്ത് തീർത്തിട്ട് ആയിരുന്നു ഇറങ്ങിപ്പോയത്. അല്ലെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ട് കണ്ട് ഇന്ന് എല്ലാം ഒന്നും ആയിട്ടില്ല. ചായ മാത്രം ഞാൻ ഇട്ട് വെച്ചതുകൊണ്ട് എല്ലാം പാത്രങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുന്നു. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. നമുക്ക് ദോശ ഒന്ന് ഉണ്ടാക്കണം. ദോശയ്ക്ക് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അജുവിന് ചമ്മന്തിയാണ് വേണമെന്ന് പറഞ്ഞ്. അച്ചാച്ചൻ എണീറ്റ് വന്നിട്ടില്ല. അച്ചാച്ചൻ്റെ ചായ ഒഴിച്ച് നമ്മൾ ഇങ്ങനെ അടച്ച് കണ്ട വെച്ചേക്കുന്നു. പിന്നെ അത് മധുരമില്ലാത്തതായതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നത്. ഇനി ഞാൻ ദോശമാവ് ദോശയ്ക്ക് അരച്ച് വെച്ചേക്കുന്ന മാവ് തണ്ട് ഇരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ഉണ്ടാക്കണം. പിന്നെ ഇച്ചിരി സാമ്പാറും ഉണ്ടാക്കാം. ഏതാണ്ട് അജ്മോന് അവന് വേണ്ടുന്നത് ചമ്മന്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങ അജു എടുത്ത് എനിക്കിവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി ചമ്മന്തി അരച്ച് ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കാം. പിന്നെ എത്ര ദിവസമായെന്നറിയോ ഇതാണ് നിൽക്കുന്നത്. ഞാൻ എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം കൂടെ അങ്ങ് കിടന്ന് കേട്ടോ. ഇച്ചിരി നേരം കൂടെ അങ്ങ് അജുവിനെ കെട്ടിപ്പിടിച്ച് ഞാൻ എണീറ്റിട്ട് പിന്നെ മുറ്റത്തൊക്കെ ഒന്ന് വന്നിട്ട് തിരിച്ച് വീണ്ടും പോയി യജമാനെ കെട്ടിപ്പിടിച്ച് ഇച്ചിരി നേരം കൂടെ അങ്ങ് കിടന്ന് പതുക്കെ മതി. എന്തിനാന്ന് പിന്നെ പെട്ടെന്ന് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനാവുന്നുണ്ട് പെട്ടെന്ന് നമുക്കങ്ങ് എല്ലാം റെഡി. ഇന്നെങ്കിലും ഒന്ന് അടുപ്പിനകത്തൊന്ന് തീ കത്തിച്ചൊരു ശകലം ചോറുണ്ടാക്കി തിന്നണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടൊക്കെ ഒന്ന് കണ്ടിട്ടും ഇതുപോലെ നല്ല വെയിലുണ്ട്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂട് വെയിലിന് നല്ല വെയിൽ. ഇനി എല്ലാം ഒന്ന് തൂത്തുവാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്നാൽ ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ. ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ മെസ്സേജുകളൊക്കെ നമുക്ക് ഈ മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ കമൻറ്റുകളൊക്കെ അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പം എല്ലാവരും നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മെസ്സേജുകളൊക്കെ അയക്കും. സത്യമാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടം ഞാനാണെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ആൾക്കാരെ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും. അപ്പോൾ അവർ ഓരോ മനുഷ്യരും പിന്നെ ഒരു കമൻറ്റൊക്കെ അയച്ചില്ലെങ്കിൽ ഞാൻ ഓരോരുത്തരെയും മനസ്സിനകത്ത് വിചാരിച്ചുകൊണ്ടായിരിക്കും. ഓരോരുത്തരുടെയും പേര് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കും ഞാനെടുത്ത് നോക്കുന്നത്. മെസ്സേജ് അവരയച്ച് കാണുമോ എന്നും പറഞ്ഞ് ചില സമയത്ത് എനിക്ക് ഈ ആശുപത്രി പോക്കൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് ഈ വെഞ്ചേലോട്ട് അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഈ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കും ആരൊക്കെ കമൻറ്റുകൾ അയച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ഞാൻ അന്നേരം തന്നെ എനിക്ക് കഴിവിൻ്റെ പരമാവധി ഞാനിരുന്നങ്ങ് അതിൻ്റെ മറുപടിയെല്ലാം അങ്ങ് തരുമായിരുന്നേ. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ ചേച്ചിമാരും അനിയത്തിമാരും എല്ലാ ആങ്ങളമാരൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് എന്നും മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരുന്നതാണ്, ഇതുപോലെ കമൻറ്റ് അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരെയും മിക്കവാറും ഒത്തിരി പേരെയൊക്കെ കാണുന്നില്ല. എനിക്കത് നല്ല വിഷമമുണ്ട്. അവരൊക്കെ എന്തെങ്കിലും എന്നോട് മാനസികമായിട്ട് എന്തെങ്കിലും ദേഷ്യമോ പിണക്കമോ വല്ലതും ആയിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ
എനിക്ക് മെസ്സേജുകളൊന്നും ഇപ്പം കാണുന്നില്ല ഇതിനകത്ത്. പിന്നെ ഞാൻ എന്നും പ്രതീക്ഷിക്കും ഇവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുമായിരിക്കും. എൻ്റെ വിഷമത്തിലൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ട്. എൻ്റെ കൊല്ലത്തുള്ള ചേച്ചി ഒക്കെ എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നു. എനിക്ക് മെസ്സേജ് ഒന്നും കാണാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത സങ്കടം. എന്നും ഞാൻ നോക്കും എൻ്റെ ചേച്ചിയൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കും. അങ്ങനെ അന്നേരം എനിക്ക് കാണാതിരിക്കുമ്പം എനിക്ക് ഭയങ്കര, ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഞാൻ പേര് പറഞ്ഞില്ലേലും എല്ലാവർക്കും അറിയാം. ഞാൻ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല. അങ്ങനെയൊക്കെയാ ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പം നല്ല വെയിൽ പെരയ്ക്കകത്തോട്ട് ഇങ്ങനെ ജനലിൻ്റെ പിന്നെ ഇങ്ങനെ നമ്മുടെ കയ്യിലോട്ടൊക്കെ ഇങ്ങനെ വന്നടിക്കുന്നുണ്ട്. നല്ല കയ്യിലോട്ടൊക്കെ ഇങ്ങനെ പ്രകാശം വരുന്നുണ്ട്. നല്ല തിളച്ച ചൂട് പോലെ വരുന്നുണ്ട്. സമയം 9 മണിയായി കേട്ടോ. ഞാനന്നേരം ഇനി ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ കഴിച്ചത് കണ്ടിപ്പം അജ്മോനാണെങ്കിൽ പിന്നെ ഇതെടുത്ത് തിന്നപ്പം ഞാനും അതിൽ നിന്ന് 2-3 എടുത്ത് തന്ന് ചായയും കുടിച്ചു. ആദ്യം ഞാനൊരു ചായ ഇട്ടപ്പോഴേ ഞാൻ ചായ കുടിച്ചായിരുന്നു. രണ്ടാമത് അജ്മോൻ ചായ കുടിച്ച് കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ കുടിച്ചു. ഞാനെന്ന് വെച്ചാൽ അജ്മോൻ ചായ കുടിച്ചിട്ട് ആ കോപ്പയോടെ വെച്ച് കഴിയുമ്പോൾ അത് കഴുകാതെ അതിനകത്ത് ഞാൻ കുറച്ച് ചായ എടുത്ത് കുടിക്കും. ഓരോ ഇഷ്ടങ്ങളാണ് എനിക്ക്. അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ കുടിക്കാൻ. അപ്പം ഞാൻ അങ്ങനെ വെച്ചിട്ട് ചായയൊക്കെ എടുത്ത് കുടിച്ചിട്ടിരിക്കുക. പിന്നെ അവൻ ചായ കുടിച്ചിട്ട് വെക്കും. പനിയോ അല്ലാതോ എങ്ങനെയായാലും അങ്ങനെയൊന്നും കുടിക്കരുതെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അവന് വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ അവൻ എൻ്റെ കൂടെ കിടന്നുറങ്ങും. അന്നേരം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നേരം പാരസെറ്റമോൾ ഒന്ന് കഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കയറി എനിക്ക് അജ്മോന് പനി വന്നാൽ അല്ലെ അവൻ കുടിച്ചിട്ട് വെക്കുന്നതെടുത്ത് കുടിച്ചു കഴിഞ്ഞാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങ് കയറി പനി അങ്ങനെ വരത്തില്ല. വിഷമം വരുവാണെങ്കിലും അതുപോലെ നനയുവാണെങ്കിലൊക്കെയാണ് പിന്നെ എനിക്ക് പനി സാധാരണ എനിക്ക് അങ്ങനെ പനി അങ്ങനെ കയറി പിടിക്കാറുള്ളത്. അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യം. ഒന്ന് സന്തോഷം, ഒരു സമാധാനം ആയിട്ടൊന്ന് വീട്ടിലൊന്ന് ഇരുന്നിട്ടൊക്കെ ദിവസങ്ങൾ ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട് വീട്ടിനകത്ത്. പക്ഷേ നമുക്ക് ശരീരസുഖം ഒട്ടും കിട്ടുന്നില്ലായിരുന്നു. എന്നാലേ നമുക്ക് ഇങ്ങനെ കാര്യം പറയാനോ, എല്ലാവരും ചോദിക്കും എന്താ മറുപടിയൊന്നും അയക്കാത്തതെന്ന് ചോദിക്കും. ഫോണൊക്കെ എടുത്ത് വെക്കും മറുപടി അയക്കാനായിട്ടെല്ലാം. പക്ഷേ പിന്നെ അന്നേരം ഒക്കത്തില്ല. അപ്പോഴത്തേനങ്ങ് വയ്യാതെ വരും. അന്നേരം പിന്നെ ഞാനങ്ങ് ഫോൺ എടുത്ത് മാറ്റി അങ്ങ് വെക്കും. 1-2 എണ്ണത്തിനൊക്കെ മെസ്സേജിന് മറുപടി അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മെസ്സേജിന് മറുപടി അയക്കാം എന്ന് വിചാരിക്കുമ്പോൾ പറ്റാതെ വരും. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, നമ്മുടെ അച്ചാച്ചൻ്റെ ചെവി ഒന്ന് കരിഞ്ഞ് കിട്ടാനൊക്കെ, അജ്മോനൊന്ന് ഉഷാറായി വരാനെല്ലാം. അവന് പിന്നെ എന്തിനാ അവനെ ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. അവന് ഭയങ്കര പിന്നെ അച്ചാച്ചനായാലും എനിക്കായാലും എല്ലാം ഹരിയേട്ടനായാലും എല്ലാം വയ്യാതൊക്കെ വന്നെന്ന് കേട്ട് കഴിയുമ്പോഴത്തേന് അവന് പെട്ടെന്ന് ഭയങ്കര ടെൻഷനാണ്. പുറത്ത് കാണിക്കത്തില്ല. അന്നേരം അച്ചാച്ചൻ്റെ ചെവി ഇങ്ങനെ കീറി ഇങ്ങനെ പറഞ്ഞു വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ ചെവി നമ്മുടെ ഇവിടെ ഇത് മൊത്തം ഈ തൊലി മുഴുവൻ പറഞ്ഞു വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നു. അതിനെ പിന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കുത്തി കെട്ടുക ചെയ്തത്. അങ്ങനെ അന്നേരം നമ്മൾ അതിനകമെല്ലാം കണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഒരു നെയ്മയം പോലെയാണ്. അതെല്ലാം ഇരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ അന്നേരം അജു എന്നോട് ചോദിച്ചു, അമ്മച്ചി നോക്കിയിരിക്കുവാന്ന് ഇത് കണ്ടിട്ട്. ഞാൻ എന്നിട്ട് അച്ചാച്ചനെ വയറ് നിറച്ച് അച്ചാച്ച കഞ്ഞി കുടിക്കുമെന്ന് പറഞ്ഞ് അച്ചാച്ചൻ വയറ് നിറച്ച് കഞ്ഞിയും കുടിച്ചിട്ടാണ് കൊണ്ടുപോയി. കാരണം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ചാച്ചന് പല ഇതുകൾ പിന്നെ എന്തെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇഞ്ചക്ഷൻ അങ്ങനത്തെയൊക്കെ എടുക്കുമ്പം വയറ്റിനകത്തൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ബോധക്കേടും അങ്ങനെ അവരെല്ലാവരും ചോദിച്ചു മയങ്ങി വീണോ, അച്ചാച്ചൻ എന്തെങ്കിലും തലചുറ്റലോ. അച്ചാച്ചൻ അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. അവിടുന്ന് അവിടെ എല്ലാം ഈ ചെവിയും മുറിച്ചുകൊണ്ട് എല്ലായിടത്തും നടക്കുക ഞങ്ങൾ ചെയ്തത്. നടന്നു പോയിട്ട് അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് അങ്ങനെ പോയി അങ്ങനൊന്നുമല്ല. ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോയി പിന്നെ കൂടുതൽ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട്. ബാക്കി എല്ലായിടത്തും ഞങ്ങൾ ബസ്സിന് കയറി. അന്നേരം അവർ എല്ലാം ഡ്രസ്സ് ചെയ്ത് തന്നു അവിടുന്ന്. ബാക്കി എല്ലായിടത്തും ഞങ്ങൾ എല്ലായിടത്തും പോയത് ബസ്സിന് തന്നെ. പല സ്ഥലങ്ങളിൽ പോയിട്ട് തന്നെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ബസ് ചാർജ് തന്നെ ബസ്സിൻ്റെ ഓട്ടോയുടെ എല്ലാം കൂടെ 800 എത്രങ്ങാണ്ട് രൂപ, കറക്റ്റായിട്ട് അറിയത്തില്ല, 900 രൂപയോട് അടുപ്പിച്ച് ഞങ്ങൾക്ക് അന്ന് ബസ്സിൻ്റെ ഓട്ടോയുടെ എല്ലാം കൂടെ ചാർജ് മാത്രമായി അന്നത്തെ ഒരു ദിവസം.
അങ്ങനെയായിരുന്നു. കണക്ക് പറയുവാന്നോ എന്ന് ചോദിക്കും. നമ്മൾ കണക്ക് ഈ എല്ലാത്തിനും കണക്കില്ല. പൈസ എന്ന് പറയുന്നത് അതൊരു കണക്കുള്ള സാധനമാണല്ലോ. അതുകൊണ്ട് പറഞ്ഞത്. അന്ന് ചിലർ പറയും കണക്ക് പറയുവാന്നോ ഇരുന്നെന്നൊക്കെ ചോദിക്കും. അല്ല, നമ്മൾ ഓരോന്നിനും നമുക്ക് കണക്കില്ല, ചുമ്മാ വാരി നമ്മൾ കളയുന്ന സാധനമല്ല പൈസ. ഇത്ര രൂപ പിന്നെ നമ്മളൊരു പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് നമ്മളൊരു മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത്ര രൂപ എന്ന്. എന്തിനാ കണക്ക് പറയുന്നതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇറങ്ങി പോരാനൊക്കത്തില്ല. അത് ആ പൈസ അവിടെ കൊടുത്തിട്ടേ പോരാനൊക്കെ എന്ന് പറഞ്ഞ പോലെ ബസ്സേ കയറിയ ബസ് ചാർജ് നമുക്ക് ടിക്കറ്റ് തരുമ്പോഴും എല്ലാം അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും രൂപ, അത്രയും രൂപയായി. 900 രൂപയോട് അടുപ്പിച്ചാന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ബസ്സിലും ഓട്ടോയിലേയും കൂടെ പല പല സ്ഥലങ്ങളിലായിട്ട് ആശുപത്രികളിൽ കയറി ഇറങ്ങി. അങ്ങനെ നമ്മുടെ അച്ചാച്ചൻ വേണ്ടിയിരുന്ന് ദോശ തിന്നുന്നു. പിന്നെ ചെവിയല്ല, ഇന്നലെ ഞങ്ങൾ പോയിട്ട് പത്തനംതിട്ട എന്ന് രാജീവ് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് മരുന്നൊക്കെ തന്നു. ഷുഗറും എല്ലാം പരിശോധിച്ചെല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി ചെവിയുടെ കുത്തിക്കെട്ട് എടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ അശ്വിനി കൊണ്ടുവന്നിട്ട് നോക്കിക്കാൻ പറഞ്ഞ് കൊണ്ടുപോയിട്ട് അശ്വിനി കൊണ്ടുവന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇനി കുത്തിക്കെട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് പൊറ്റ പോലെ ഉണ്ടായിരുന്നു ചെവിയെ. അതുകൊണ്ട് ഇച്ചിരി പ്രയാസമായിരുന്നു കുത്തിക്കെട്ട് എടുക്കാൻ. 5 കുത്തിക്കെട്ടായിരുന്നു മൊത്തം ഉള്ളത്. നമുക്ക് കറക്റ്റായിട്ട് എത്ര ഉണ്ടെന്നൊന്നും അന്ന് ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നു. ഡോക്ടർ ഒന്നും പറഞ്ഞില്ലായിരുന്നു അവിടെ വെച്ച്. അപ്പോൾ 5 കുത്തിക്കെട്ട് എടുക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. പൊറ്റ ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ അവരിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ മാറ്റുമായിരുന്നു. പിന്നെ അച്ഛൻ കിടന്നങ്ങ് ബഹളം വെക്കുമായിരുന്നു. നമ്മുടെ ദോശയും പിന്നെ അജുവിനാണ് വെള്ളച്ചമ്മന്തിയാണ് വേണമെന്ന് പറഞ്ഞ് തേങ്ങായും പിന്നെ കാന്താരിയും കൂടെ അരയ്ക്കുന്ന ചമ്മന്തി അതുണ്ടാക്കി ചൂട് ദോശയും കൂടെ തിന്നുകൊണ്ടിരിക്കുക. ഞാനും ഇവിടെ വന്നുകൊണ്ട് ദോശ ഉണ്ടാക്കുകയും പിന്നെ തിന്നുകയും കൂടെ ചെയ്യുക. അപ്പോൾ അവിടോട്ട് പോയി നിന്ന് ദോശ ഉണ്ടാക്കി. ഞാനൊരു ദോശ തിന്നു കഴിഞ്ഞ് ഞാനാണെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പം ചൂടോടെ അവിടെ നിന്ന് അജുവിനും അങ്ങനെ ചൂടോടെ ഇഷ്ടം തിന്നാനായിട്ട്. അജുവേ അതൊന്ന് നിർത്തി വെച്ചേ, നിർത്തിക്കേ. അജു ഏതാണ്ടൊക്കെ വെച്ചുകൊണ്ടിരുന്ന പാട്ടുമൊക്കെ വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന അജുവിനോട് കട്ടിലേന്ന് മാറരുതെന്ന് പറഞ്ഞ മാറാൻ പറഞ്ഞ അജു മാറത്തില്ല, ഇവിടെ തന്നെ ഇരിക്കും. മാറരുതെന്നല്ല, മാറണമെന്ന് പറഞ്ഞാൽ മാറത്തില്ല. അതാണ്ട് ഇരുന്ന് തിന്ന്. ഇനി ഒരെണ്ണം കൂടെ കൊണ്ടുവരട്ടെ? ഇച്ചിരി ചായയാണ് ഇനി വേണ്ടുന്നത്. നമ്മളെ ഓടിച്ചു വിടുന്ന ചായ കൊണ്ടുപോ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അച്ചാച്ചൻ്റെ ചെവി ഇനിയും കരിഞ്ഞു വരണം. അതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞേക്കും. ഇൻസുലിൻ എടുക്കുക. ഇപ്പം ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ഗുളിക ഉണ്ടായിരുന്നു, അരമണിക്കൂറിന് മുമ്പ് കഴിക്കുന്ന ഒരു ഗുളിക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻസുലിൻ എടുത്ത് 20 മിനിറ്റ് കഴിയുമ്പോൾ ആഹാരം കൊടുക്കുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും അച്ചാച്ചൻ. അതാണ്ടിരിക്കുന്നു. ഞാനും തിന്നാൻ പോവുക. ഒരെണ്ണം തിന്നു കഴിഞ്ഞ് ഇനി 2 എണ്ണം കൂടെ തിന്നുക. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.